ഹലോ എവരിവൺ, ഇതെൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ്. ഞാൻ ചുമ്മാ ഒന്നും വ്ളോഗ് എടുക്കില്ലെന്ന് എനിക്കറിയാലോ. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ഒരു സ്പെഷ്യൽ ഫ്രണ്ട് കാന്തുവിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. കാന്തു തമിഴാണ്. അപ്പോൾ കാന്തു ഇപ്പം ട്രിവാൻഡ്രത്താണുള്ളത്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ട്രെയിനൊക്കെ പിടിച്ച് അത് കഴിഞ്ഞ് ബസ്സിലൊക്കെ കയറി ഓട്ടോയിലൊക്കെ കയറി എന്തായാലും ഇപ്പോൾ കാന്തുവിനെ കാണാൻ വേണ്ടിയിട്ട് കാന്തുവിൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കാന്തുവിനെ കാണാൻ പോകുന്ന സമയത്ത് ഏതോ ഗ്രാമത്തിൽ നിന്ന് ആദ്യമായിട്ട് പട്ടണത്തിലേക്ക് വന്ന കൊച്ചിനെ പോലെ അവിടെയുള്ള ലുലു മോളുടെ ഫോട്ടോ ആണെങ്കിലും റിവർ ആണെങ്കിലും വലിയ വലിയ ഫ്ലാറ്റ്സ് ആണെങ്കിലും അതിൻ്റെ എല്ലാ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതിന് ശേഷം ഫൈനലി ഞാനിവിടെ വിചാരിക്കുകയാണ് ഒരു ഓട്ടോയിൽ വന്നു കഴിഞ്ഞാൽ വേറെ ഒന്നും ചെയ്തില്ല. ഒരു ഓട്ടോയും ഒരു ട്രെയിനും കയറി വന്നതിൻ്റെ കോലമാണിത്. കാന്തു എന്നെ ആദ്യമായിട്ട് കാണാൻ പോകുന്നതായിരുന്നു. എൻ്റെ ഫോട്ടോയിലും മറ്റേ വീഡിയോ കോളിലും ഗ്രൂപ്പ് കോളിലൊക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇപ്പം എന്നെ കാണുമ്പോൾ ഞാൻ ആരാ ചോദിക്കുമെന്തോ, ആരടി നീ അങ്ങനെ ചോദിക്കുമെന്തോ മകടെ. ഞാൻ ഇതിൻ്റെ പുറത്തിറങ്ങി നിൽക്കുകയാണ്. കാന്തു ഇങ്ങോട്ട് വരാമെന്നാണ് പറഞ്ഞത്. എനിക്കെൻ്റെ മുടിയൊക്കെ കണ്ടിട്ട് എന്ത് കോലാണിത്. അയ്യോ. ഹൈ ഗൈസ്, ഹിയർ ഈസ് മീ. എൻ്റെ ഒന്നുമില്ലാത്ത ബാഗും എൻ്റെ നിറയെ സാധനമുള്ള എൻ്റെ ലാപ്ടോപ്പും എൻ്റെ സാധനങ്ങളും ഇവൻ ഞാൻ ഒരു എക്സ്ട്രാ ക്ലോത്ത് വരെ എടുത്തിട്ടുണ്ട് ഗൈസ്. ഈ ഡ്രസ്സിൽ ഞാൻ അത്ര കംഫർട്ടബിൾ എന്നല്ല, ഇതിൽ ആക്ച്വലി ഞാൻ ഭയങ്കര കംഫർട്ടബിളാണ്. പക്ഷേ എന്നാലും ഞാനൊരു ഡ്രസ്സ് എക്സ്ട്രാ എടുത്തു. ഹായ് ഗൈസ്, നടു റോഡിൽ നിന്ന് ഏതോ വലിയ യൂട്യൂബർ വീഡിയോ ഒക്കെ എടുക്കുന്ന നല്ല വീഡിയോ ഒക്കെ എടുക്കണം. ഇതൊക്കെ ആക്ച്വലി ഞാൻ ഹെഡ്സെറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഈ സൗണ്ടൊക്കെ ഇതിനകത്ത് കിട്ടുമോ എന്തോ. ഗൈസ് അങ്ങനെ കണ്ടുപിടിച്ചു. ഈ വരുന്നതാണ് കാന്തു. ഹലോ കാന്തു. പറവല്ല അയ്യോ ഉപ്പാ മുടിയില്ല. ഗൈസ്, നമ്മൾ കാന്തുവിൻ്റെ റൂം ടൂറാണ് കാണാൻ പോകുന്നത്. ഫസ്റ്റ് ലുക്ക് how to kill men and get away with it. Nice. I'll teach you all these things. இங்கே ஒரு பெயிண்டிங் இருக்குது. ஓ, ஏசி எல்லாம் வேறு இருக்குது கைஸ். இங்கே ஒரு லைட் இருக்கு. இதா பெட்டு, இவ்வளோதான். ஆமாம், பாத்ரூம் டூர் நம்ம வேறு வீடியோ போடலாம். இங்கே க்யூட்டான திங்ஸ் எல்லாம் நான் ஃபஸ்ட்டே காட்டிடலாம். கைஸ், இதுக்கு நாங்கள் போகும்போது எடுத்தேன்ப்பா இருந்தது. என்ன சொல்கிறேன், நான் என்ன ஃபேட் ஆகிட்டு നാങ്ക മേലെ വന്നിട്ട് ഇരുന്നിട്ടേ അതെ ഞങ്ങൾ മേളോട്ട് വന്നുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഓർത്തു ഇവളുടെ പി ജിയിലും അങ്ങനെ കുഴപ്പമൊന്നുമില്ല, റൂമിൽ വരുന്നതിന് കുഴപ്പമൊന്നുമില്ലത്. എന്നോട് മിണ്ടല്ലത് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് മറ്റേ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് ഓടുന്ന പോലെ സ്റ്റെപ്പിൽ കൂടെ ഒറ്റ ഓട്ടം ഓടി ഞങ്ങൾ റൂമിൽ വന്നു. എനിക്കന്ന് മറ്റേ ഒളിച്ചിരി ഇപ്പം ഞങ്ങൾ രണ്ടുപേരും ഒളിച്ചിരിക്കുകയാണ്. ഇപ്പം ഞാൻ ഇതിൻ്റെ അകത്തുള്ളത് ഇവളുടെ പി ജിയിൽ അറിഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങളെ രണ്ടുപേരുടെ കാന്തു കൊഞ്ചം മലയാളം പേസ്, മലയാളത്തിൽ കുറച്ച് മലയാളത്തിൽ ഏതാவது പേസ്. இல்ல சொல்லு மலையாளத்துல என்ன ஏதாவது ஒரு சென்டென்ஸ் இல்ல ஏதாவது மலையாளத்துல தெரியும் இல்லையா, ஏதாவது ஒன் சென்டென்ஸ் சொல்லுங்க. ഭക്ഷണം കഴിച്ചു. ഓ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ വീഡിയോ ഒന്ന് ഓൺ ചെയ്യാതെ ഞാനിവിടെ ഇരുന്ന് സംസാരിച്ച് കാന്തു എനിക്ക് വാങ്ങിച്ചോണ്ട് തന്ന ഗിഫ്റ്റൊക്കെ കൊണ്ട് തന്നെ. ഇനി ഒന്നുകൂടെ കഥ പറയാം. എന്താ സംഭവം എന്ന് വെച്ചാൽ കാന്തു വരുന്ന വഴിക്ക് അടുത്തുള്ള കടയിൽ നിന്ന് എനിക്കൊരു ഗിഫ്റ്റ് വാങ്ങിച്ചോട് തന്നു. കുപ്പിയുടെ സത്തല്ല കേൾക്കുന്നത്. എന്നിട്ട് ഈ ബോട്ടിൽ സത്ത ബിയർ ബോട്ടിൽ സത്തല്ല കേൾക്കുന്ന റൂമില്. ബിയർ ബോട്ടിൽ മൂവീസിലല്ല நான் பார்த்திருக்கேன். மூவிஸ்ல அப்படியா गाइस, எனக்கு கிடைச்ச கிஃப்ட். Enjoy. It's not from Bath and Body Works though. Let's see what this is. ஆமா, இதுல பாத் அண்ட் பாடி ஒர்க்ஸ் செமி ஆனுவல் சேல் அந்த மாதிரி எல்லாம் போட்டிருக்காங்க. இது கவர் இதா இருந்தாலும் இதுக்குள்ள கஸ்டமைஸ்டு கிஃப்டா தான் இருக்கு கைஸ். நீங்க இது பாக்குறதுக்கு எக்ஸைட்டடா இருக்கும். அதனால நாம இது பார்க்க போறேன். என்னெல்லாம் பார்க்க போறேன். ஃபர்ஸ்ட் so much hair la. ஆமா கைஸ், எனக்கு நல்லா முடி இருக்கு. இப்போ இந்த ட்ரெயினில் பஸ் ஆட்டோலலாம் வந்ததுனால இப்படி இருக்கு. பட் நோ ஹேர் இருக்கு. ஸோ அதனால
லைக் ஒரு நான் வந்து போட்டு காட்டலாம் அப்பதான் ஹை கைஸ் இதான் வந்து ஃபர்ஸ்ட் திங். இது வந்து நெக்ஸ்ட் நாம என்ன பார்ப்போம். Okay, you guys keep watching. நெக்ஸ்ட் வந்து ஒரு ஹேர் பேண்ட் தான். ஸோ அதுக்கு நம்ம இந்த ஹேர் பேண்ட் கழட்டணும். ஐயோ இது நான் வந்து நைட்டு வந்து தூங்க போகிறதுக்கு முன்னாடி வைக்கிறது. Face wash பண்றது. சாரி இதை யூஸ் பண்ணிக்கோ. கைஸ் இது നമ്മൾ ഒരു സാധനം മഞ്ഞപ്പിനെ എല്ലാത്തിനും ഉപയോഗിക്കാമല്ലോ. ഇത് ரொம்ப ക്യൂട്ടാ ഇருக்கு. ഹൈ മേക്കപ്പ് ഒന്നും ചെയ്യാൻ അറിയത്തില്ല. മേക്കപ്പ് ഒക്കെ ചെയ്യാൻ അറിയുന്നത് ഞങ്ങൾക്ക് ചെയ്ത് കാണിക്കുന്നു. അപ്പം ഇതാണ് നമ്മുടെ അടുത്ത സാധനം. ഇനി നമുക്ക് ബാക്കി സാധനങ്ങൾ നോക്കാം. ഇത് രണ്ട് തലയിൽ വെക്കുന്നതായിരുന്നു. ഹായ് ഗൈസ് നിങ്ങൾക്ക് കാണാവോ? இதில் வந்து நம்ம டீ குடிக்கலாம், வேற என்னெல்லாம் குடிக்கலாம். நான் ட்ரிங்க் பண்ண மாட்டேன்ப்பா. ஆமாம் கைஸ் அப்போ நாளையிலிருந்து வந்து நான் இதில் தான் டீ குடிக்க போகுது. ആക്ച്വലി ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം എന്നെ കാണാൻ വന്ന സമയത്ത് ആദ്യമായിട്ടാണ് എനിക്ക് ഒരാൾ ഗിഫ്റ്റ് കൊണ്ടുതരുന്നത്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് സീരിയസ്ലി ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം. நியூ லுக். இப்போ ஒரு ஜென்சி அந்த வழியே போயிட்டாங்க. அவங்க மாதிரி வந்து இது வந்து ஒரு தாத்தா வந்துட்டாங்க. இது அந்த தாத்தா. ஸோ இதான் அந்த கப்பு. நாளையிலேருந்து என்னோட ட்ரெஸ்ஸுக்கு மேட்ச் ஆயிருக்கு. நாளையிலேருந்து இதில் தான் நான் டீ குடிக்க போகிறேன். டீ குடிச்சு நான் டெய்லி வந்து காந்துக்கு வந்து ஃபோட்டோ அனுப்ப போகிறேன். இதனால தான் எனக்கு கேர்ள்ஸை பிடிக்கும், கேர்ள்ஸை ரொம்ப பிடிக்கும் நான் சொல்லிட்டு இருந்தேன். கைஸ் நான் எப்போவுமே வந்து എന്നോട് കസിൻസ് കിட்ட ഫ്രണ്ട്സ് കിட்ட ഞാൻ മലയാളത്തിൽ പറയാം. ഞാൻ എല്ലായിടത്തും പറയുന്ന കാര്യമാണ് എനിക്ക് ഗേൾസിൻ്റെ കൂടെ ഹാങ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ്. ദിസ് ഈസ് ദ റീസൺ. കണ്ടോ, ദിസ് ഈസ് ദ റീസൺ. അതായത് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് നമ്മളെ എങ്ങനെ സന്തോഷിപ്പിക്കാമെന്ന് ഗേൾസ് ഉണ്ട്. ബോയ്സിന് അത് അറിഞ്ഞുകൂടാ. കാരണം ഡു ലൈക്ക് ഗേൾസ്? I always like girls. But நீங்க நினைக்கிற மாதிரி இல்ல. Girlfriends, having girlfriends is the best. Boys doesn't know the value of girls. Get boyfriends, get girlfriends. எப்படி வந்து அந்த பிரின்சஸ் ட்ரீட்மெண்ட் கொடுக்கணும்னு அவங்களுக்கு தெரியாது. பட் கேர்ள்ஸ் வந்து எவ்வளோ நல்லா பார்த்துப்பாங்க. லைக் கேர்ள்ஸ்க்கு தான் இன்னொரு கேர்ள்ஸ் மனசு புரியும். எப்படி வந்து നമ്മളെ ബോയ്സ്ക്ക് കിട്ടില്ലേ. ബോയ്സ് നിങ്ങൾ ഇത് കാണുമ്പോൾ വിചാരിക്കും ഈ ഒരു ഹെയർ ബാൻഡ് വാങ്ങിച്ചു തരുമ്പോൾ എന്നാണ് ഇത്ര സന്തോഷം. പക്ഷെ ഇതൊക്കെ ഭയങ്കര സന്തോഷമാണ്. ചെറിയ ചെറിയ കാര്യമാണെങ്കിലും ആ ചിന്തിക്കുന്നുള്ള ആ എഫേർട്സ് ആണ് നമ്മളെ, അതാണ് നമുക്ക് മാറ്റർ. ഇപ്പോൾ മനസ്സിലായോ? താത്ത പോയിട്ടാങ്ക. സോ നെക്സ്റ്റ് ഗിഫ്റ്റ് ഇതെന്നതൊരു this is actually a കുട്ടി പേഴ്സ്. பாரு குட்டி பர்ஸ்ல என்னெல்லாம் இருக்கும் பார்ப்போம். ஒரு அழகான ஹேர் கிளிப். இதெல்லாம் எப்படி நீ வந்து கரெக்டாக என் ட்ரெஸ்ஸுக்கு மேட்ச் ஆன மாதிரி. இன்னைக்கு எல்லாம் மேட்சிங்கோ. ஆமாம் it has a pair of matching clips. Number 1. இதெல்லாம் எப்படி எங்கே வைக்கிறது கூட தெரியல கைஸ். பட் இப்படி வச்சு நான் காட்ட போறேன். For now இல்ல இப்படி டு. ஓ அப்படி பேக்லயா? நான் வந்து இந்த do your hair and it will be amazing. நான் வந்து என்ன நினைச்சேன்னா வந்து இந்த குழந்தை எல்லாம் வைக்கூல, இந்த முன்னாடி வந்து வைக்கூலையா ரெண்டு கிளிப் இந்த பக்கம் அந்த பக்கம். அது இல்ல, அது கண்டிப்பா இல்ல. அது இல்ல பெரிய குழந்தை வைக்கிறது. And this is also the other one. Okay, நான் இப்படி வச்சு காட்டலாம். ஸோ இதான் வந்து இந்த ஹேர் கிளிப்போட லுக். பாய்ஸ் டேக் நோட்ஸ். These are the things you are supposed to பாய்ஸ் அண்ட் கேர்ள்ஸ் யாராவது என்ன மீட் பண்ண வர மாதிரி இருந்தால் இந்த மாதிரி வந்து எனக்கு குட்டி குட்டியான அழகான கிஃப்ட்ஸ் எல்லாம் வாங்கிட்டு வாங்க. அப்போ தான் நான் இந்த மாதிரி யூடியூப் வீடியோலாம் போட்டு தேங்க்யூ சொல்லுவாங்க. Exactly. There is another one. ஹாய். எப்படி என்ன எடுத்தாலும் எல்லாமே மேட்ச் ஆக போகுது. இது எப்படி சீரியஸ்லி எந்த கிஃப்ட் எடுத்தாலும் எல்லாமே வந்து என்னோட ட்ரெஸ்ஸுக்கு மேட்ச் ஆகிற மாதிரி பர்ஃபெக்ட் மேட்ச்சில் கொண்டு வந்திருக்கேன். என்ஜாய். தேங்க்யூ. இதான் அந்த கிஃப்ட். லவ் இது வந்து நெக்ஸ்ட்டு. ஹாய், நான் ஆக்சுவலி வந்து வெறுங்கையோடு தான் கைஸ் வந்தேன். நான் ஃபஸ்ட்டு எது சொன்னேன், நான் எங்கே போனாலும் வெறுங்கையோடு தான் போவேன்.
മറ്റേ നമ്മൾ പള്ളിപ്പെരുന്നാളൊക്കെ കഴിയുമ്പോഴത്തേക്ക് സ്കൂളിൽ പോകത്തില്ലേ, അതേപോലെയാണ് ഞാൻ ഇന്ന് ഇവിടുന്ന് പുറത്തിറങ്ങാൻ പോകുന്നത്. കാന്തു വാങ്ങിച്ചെന്ന എല്ലാ സാധനം ഇട്ടുകൊണ്ട് എല്ലാ ക്ലിപ്പും തലയിൽ ഓരോരോ സൈഡിൽ വെച്ചുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങും. ഇത് ரொம்ப ക്യൂട്ടാக இருக்கிறாமா? கைஸ் இன்னும் இருக்கு கைஸ். நான் காந்தி வந்து முன்னாடி மீட் பண்ணியிருக்கேன். இது என்னடா மூக்குத்தியா இல்லை இயரிங்ஸா? இதெல்லாம் என்ன இயரிங்ஸ்? இதெல்லாம் குட்டி குட்டியான இயரிங்ஸா? குட்டி ஸ்பேன் ஒன்று. அது என்னது? அன்னப்பறவை. அன்னப்பறவை. அன்னப்பறவைனா அது தமிழ்ல லைக் டக் மாதிரி இருக்கும், பியூர் ஒயிட்ல. அரே நோ அதே அதே ഇവളെ ഈസിയാ മലയാളം പിക്കപ്പ് ആയിടുச்சு. ഗൈസ് നിങ്ങൊരു കാര്യം അറിയാം, ദിസ് ഈസ് എ മിക്സഡ് പി ജി. എനിക്ക് ആക്ച്വലി അറിയേയില്ലായിരുന്നു കേരളത്തിൽ മിക്സഡ് പി ജി ഉണ്ടെന്ന്. കേരളത്തിൽ മിക്സഡ് പി ജി ഉള്ളവർ എനിക്ക് ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ദിസ് ഈസ് എ മിക്സഡ് പി ജി. എത്രയും പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് താമസം പറഞ്ഞേ. ഗൈസ് ഈ വീഡിയോ നിങ്ങളെല്ലാവരും 1 മില്യൺ എത്തിച്ചാൽ എങ്ങനെയും കാന്തുവിൻ്റെ പേരൻസ് ഈ വീഡിയോ കാണുന്നതായിരിക്കും. അങ്ങനെ കാന്തുവിനെ ഈ ഇതിൽ നിന്ന് പിടിച്ചാൽ തിരിച്ചു പിടിച്ചുകൊണ്ട് പോകുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും അതിനുവേണ്ടി സഹായിക്കുക. അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് തന്നെ ലൈക്ക് ഷെയർ ചെയ്ത് ഈ വീഡിയോ കാന്തുവിൻ്റെ വീട്ടുകാരുടെ അടുത്തോടെ എത്തിക്കുക. അതൊരു കുട്ടി കുട്ടി തീരെ കുഞ്ഞാരെണ്ണം, പക്ഷെ ഭയങ്കര രസമുണ്ട്, ഭയങ്കര പ്രിറ്റി പ്രിറ്റി. മറ്റേ ക്ലോസപ്പ് കാണിച്ചാൽ നന്നായിട്ട് മനസ്സിലാവും. ബട്ട് ദിസ് ഈസ് ലൈക്ക് റിയലി ക്യൂട്ട്. ഇത് ഇയറിംഗ്സ് ആണ്. ഓ ഓക്കെ 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 இப்படி போட்டா பின்னால வந்து இதெல்லாம் இந்த மாதிரி ஷாப்பெல்லாம் இங்க இருக்கியா? അതെല്ലാം കാന്ത് കണ്ടത് മട്ടും കിട്ടും. സീരിയസ്ലി ഞാൻ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ കണ്ടില്ല. ഇവിടെ എവിടുന്ന് വന്നിട്ട് ബോയ്സ് ഉള്ള പി ജിയും ഇങ്ങനത്തെ ഇവളെ എവിടുന്ന് കണ്ടുപിടിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. திங்ஸ் எல்லாம் போட்டு நம்ம எங்க போற பிளான் போடு ஃபர்ஸ்ட். லுலு போலாமா? லுலுல போய் குட்டியா வெட்டி ஷாப்பிங் பண்ணிட்டு அப்படி நீ கொண்டு போகல. லைக் ஃபர்ஸ்ட் சாப்பிடலாம். லைக் இங்க இருந்து சாப்பிடணுமா வெளிய சாப்பிடணுமா? சாப்பிடல, இங்க வேண்டாം. നീ പോണാ നൈസ് ഫുഡ്. അപ്പൊ ഇവിടുത്തെ ഫുഡ് കൊള്ളത്തില്ലെന്നാണ് നീ പറയുന്നത്? ഈ പിജിയിലെ ഫുഡ് കൊള്ളത്തില്ലെന്നാണ് പറയുന്നത്? ഒന്നും അറിയില്ല. കൊല്ലം കൊല്ലം നാളേക്ക് ഇങ്ങോട്ട് പോയില്ലേ? நோ அது வந்து கொச்சி பார் கவுன்சில். அச்சாயா நான் என்ன கேட்டேன்னா வந்து இங்க இந்த பிஜில ஃபுட் வந்து நல்லா இல்லையா? பிஜி ஃபுட் அமிர்தமா உண்டு. அமிர்தமா உண்டா? லைக் இட் இஸ் ஓகே, இட்ஸ் நைஸ். ஃபோட்டோ எடுக்கலாம். ஓகே, நான் இங்கே அன்பாக்ஸ் வீடியோ முடிஞ்சிருச்சு. நாங்கள் வந்து இங்கே போய் சாப்பிட போகிறேன். காந்து என்ன சொன்னா நான் வந்து பிஜியில் ஃபுட்டு நல்லாவே இல்லை சொல்லிட்டேன். നോ നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. ഈ പെൺകുട്ടി പറയുന്നത് ഒരു തരക്കേടല്ല. ഇത് തരക്കേടില്ലയോ? തരക്കേടല്ല. തരക്കേടല്ല. ஐயோ தெரியலம்மா. காந்து நான் வந்து தமிழ் வந்து எவ்வளோ நல்லா பேசுறேன். தமிழுக்கு வந்து மார்க் கொடு. ஒரு 7 மார்க் கொடுக்கலாம். எவ்வளோ? 10 இல்ல 7 அவுட் ஆஃப் 10 கொண்டுங்கனா 7 கொடுக்கிறேன். ஏன் மலையாளத்துக்கு 0 மைனஸ் போறக்குள்ள அது 7 ஆகணும். ஆயிடும். நான் போறதுக்குள்ள 7 ஆயிடும். போய் ரெடியா சாப்பிட பக்கா. பை गाइस. ബൈ ഗൈസ്. എൻ്റെ ഞാൻ ഈ ഒരു ടോപ്പ് ഇട്ടുകൊണ്ടാണ് വന്നത്. എക്സ്ട്രാ ഞാനൊരു ടോപ്പ് കൊണ്ടുവന്നിട്ട് അപ്പോൾ കാന്തു പറഞ്ഞു കാന്തുവിൻ്റെ കുറച്ച് ഡ്രസ്സുണ്ട്, ആ ഡ്രസ്സൊക്കെ നോക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ ആക്ച്വലി ഒരു ടോപ്പ് ഉണ്ട്. കാന്തു ആ ബ്ലാക്ക് ടോപ്പ് ഒന്ന് കാണിച്ചേ. ഹായ് ഗൈസ്, എவ்வளோ ക്യൂട്ടാக இருக்கு. இது பிபி சரியா? அது நார்மல் டாப். பிபி நார்மல் டாப். വാട്ട്സ് ദിസ്? ഇതിന് ബാക്കേ ഇല്ല. ഫ്രണ്ടിൽ നോക്കുമ്പോഴത്തേക്കും മറ്റേ തുണിയൊക്കെ ഉള്ളതായിട്ട് തോന്നും. ബാക്കിൽ നോക്കുമ്പോൾ ஆமா கைஸ், காசு போட்டு வாங்கிட்டேன். பட் பேக்கில் எதுவுமே இல்லை, அப்படியே ஓப்பனாக இருக்கு. அதான் வெயில் இருக்கு. ஆமா, அதுக்காக. ஸோ இது வந்து ஒரு ஷர்ட். இப்போ ஸ்லீவ்லெஸ் போட்டிருக்கேன்ல, அதனால இது போட்டுக்கலாம். காட்டு.
இப்போ என்னாச்சு? இது ஷால் மாதிரி இருக்குல்ல. அதுக்கு நார்மலா ஸ்லீவ் இருக்கிற ட்ரெஸ்ஸே போடலாம் இல்ல, எதுக்கு இவ்வளோ கஷ்டம்? Wait, you can wear that. ஒரு இது ஒரு shrug தான். இது எப்படின்னா இது இது நல்லா இருக்கு, இது கியூட்டா இருக்கு, அந்த பீச் வைப். கோவா நானும் கைஸ் நீங்க சொல்லுங்க, நானும் காந்து இப்படியே கோவாக்கு போட்டுமா? இப்படியே இல்லை, இந்த உள்ள இருக்கிற இந்த ட்ரெஸ் மாத்தி அந்த ഷ്രഗ് ക്യൂട്ടാ ഇருக்கு. ഹായ് ഗൈസ്, അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും റെഡിയായി. കാന്തു എൻ്റെ ഡ്രസ്സുമായിട്ട് മാച്ചിങ് ഉള്ള ഒരു ഡ്രസ്സൊക്കെ എടുത്തിട്ടു. കാന്തു റെഡിയായി. ജെല്ലി ജെല്ലി ഗൈസ്, കാന്തു എനിക്കൊരു ജെല്ലി തന്നു, റാബിറ്റ് ஜெல்லி. காந்து நீ இந்த ஃப்ரேம்ல பார்க்க நீ ரொம்ப கியூட்டா இருக்கு, நீ வீடியோல இந்த ஃப்ரேம் பார்க்கணும். ஓகே, லைட் இது திறந்து இன்னும் நம்ம வெளிச்சமா ஓ வெளிச்சமா தெரியும். ஆல் வே ஃப்ரம் சிவகாசி. இது சிவகாசில இது என்னோட ஃபேவரட். நான் எப்ப போனாலும் இந்த ஜெல்லி வாங்குவேன். ஓகே, நடுவுல விட்டேன், இப்ப திரும்ப பேக் டு ஜெல்லி. திஸ் இஸ் மை ஃபேவரட் சாக்லேட். எனக்கு இந்த லிண்டு கழுத குதிரை கூட பிடிக்காது. ஒன்லி ஜெல்லி, திஸ் இஸ் மை ஃபேவரட். ஓகே, you can have it. Thank you. Hi guys. நல்லா இருக்குல்ல? ஹாய். இது அந்த ബ്ലൂബെറി ഫ്ലേവർ மாதிரி. ബ്ലൂബെറി ഫ്ലേവറാ. ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഊബറിൽ കയറി. ഇപ്പം ഞങ്ങൾ നേരെ ലുലുവിലേക്ക് പോവാണ്. ലെറ്റ്സ് ഗോ കണ്ണ. ലുലു ഫൈനലി മറ്റേ മുടിയൊക്കെ ഉഴപ്പും ചൂടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാന്തു തന്ന വളം ഞാൻ കിട്ടുന്നുണ്ട്. മുടിയൊക്കെ കുഴപ്പമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ എന്തായാലും ഊബർ എടുത്തു. ഇനി നമുക്ക് ലുലു പോയിട്ടാണ്. ആക്ച്വലി ലുലു പോയിട്ട് മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഫുഡ് കഴിക്കലാണ്. വിശക്കുന്നു. என்ன மாதிரி ஃபுட் வேணும் உனக்கு என்ன வேணும்? லைக் பர்கர், பீஸா அந்த மாதிரி பிடிக்குமா, இல்லை வந்து சவுத் இந்தியன் பிடிக்குமா, இல்லை வந்து இல்லை வேற கியூசைனுக்கு பிடிக்குமா? எல்லாம் பிடிக்கும். நான் லாஸ்ட் டைம் தான் வேவ் மோமோஸ்ல சாப்பிட்டேன். லைக் எஸ்டர்டே நைட் நீ என்ன போய் என்ன சாப்பிட்ட வெளியே போய்? நேத்து நான் வந்து என்ன கறி லீஃப்ல செஞ்ச ப்ரான் ஃப்ரை, அடுத்து ஸ்குவிட் ரோஸ்ட், அடுத்து இது சாப்பிட்டதுல பெஸ்ட் வந்து பைனாப்பிள், சீஸ் அண்ட் செர்ரின்னு ஒன்று. இட்ஸ் லைக் பார்பிக்யூ மாதிரி குச்சியில் குத்தி வச்சு கொடுத்தாங்க. ஃபர்ஸ்ட் ஒன் ஆட் பைனாப்பிள் அண்ட் தென் சீஸ் அண்ட் தென் இது அதான் பெஸ்ட். ஆக்சுவலாக இதுவரை சாப்பிட்டதுல அது மாதிரி ஒன்று சாப்பிட்டதில்ல. வெரி அமேசிங். கீழே லெட்டஸ் நிறைய போட்டு கொடுத்துருந்தாங்க. அது ஏதோ இந்த ஸ்ட்ரீட் ஃபுட் சாப்பிட்டேன் சொன்னேன், அது என்னது ட்ரை பண்ண சொன்னேன்? அது என்னது? பழம்பொரி. எத்தனை மணி? 11:30 நாங்க பழம்பொரி சாப்பிட்டோம். 11:30 போயிட்டு பழம்பொரி வச்சிருந்தோம். How is the பழம்பொரி? கேரளா பழம்பொரி எப்படி இருக்கு? பழம்பொரி கேரளா, I mean பழம்பொரி was supposed to be sweet but it was புளிச்சுஃபையிங். நைட் ஆயிட்டல்ல, மேபி வந்து அந்த லைக் லாஸ்டா இருந்தது வந்து செஞ்சு கொடுத்துட்டு நினைக்கிறேன். அடுத்து நல்ல ஒரு டீ, that was amazing. டீ சூப்பரா இருந்துச்சு. அடுத்து பிரெட் ஆம்லெட், நார்மல் ஆம்லெட், இதெல்லாம் சாப்பிட்டு ஒரு 12 மணிக்கு இது வந்து ஃபுட் பிஜிக்கு திரும்ப ரிட்டர்ன் போயாச்சு. 12 மணிக்கு பிஜில திரும்ப போயிட்டாங்க. சோ அங்க அவங்க ஏத்திட்டே அவங்க எனக்கு க்ளோஸ் எல்லாம் தூங்கியாச்சு. இன்னொரு தேர்ட் கேட் ஒன்று இருந்தது, ஒரு தேர்ட் ஸ்டெப்ஸ் எல்லாம் இருந்துச்சு. யாரோ ஒருத்தங்க மேல கூட்டிட்டு போனாங்க. நானும் இப்ப அவங்க கூட்டிட்டு போலனா எனக்கு தெரியாதா என்ன பண்றது? எங்க போய் தூங்கிருக்க? இல்ல கையில தட்டிக்கிட்டு எல்லாத்தையும் உள்ள விடுங்கடா, எப்படியாவது ரூம்ல விடுங்கடா, இனிமே பண்ண மாட்டேடா. அந்த 2 பேருக்கு மாறி மாறி கால் பண்ணுங்க. சோ கைஸ், குட்டி ஹேர் இருக்க எல்லாருக்கும் ஒரு லாங் ஹேர் இருக்க ஒரு ஃப்ரெண்ட் தேவை. ஆமா, அதான் நான் வந்து ஆக்சுவலி வந்த டைம்ல வந்து அந்த லைக் அதுக்கு என்ன சொல்லும், பண்ணு வந்து பெருசா வந்து ஒரு பண்ணெல்லாம் போட்டு அதனால காமிக்க முடியல. பட் எனக்கு வந்து லாங் ஹேர் இருக்கு. காந்தோட ஹேர் வந்து இவ்வளவுதான். எங்க உன்னோட ஹேர் கட்டு இந்த மாதிரி போடு, நான் போட்ட மாதிரி ஒண்ணு தெரியுமா? எனக்கு ஹேர் எவ்வளவு இருக்கும்? இவ்வளவு இருக்கும். അടച്ചി. ഹായ് ഗൈസ്, ഈ താത്തയും കൊണ്ട് ഞങ്ങൾ താത്ത ലുലുലെത്തി. ബാഗെല്ലാം തൂക്കിട്ട് വന്നിട്ട് ഗായ്സ് ലുലു റീച്ച് ആയിട്ട് വാ പോலாம். ஃபர்ஸ்ட் எங்க போலாம்? சூப்பர் ட்ரை இல்லையா? சாப்பாடு வேணும், சாப்பாடு போலாம் கைஸ். தண்டலாம் இங்கே பார்ட் டைம் ஜாபுக்கு வந்து செக்யூரிட்டி வேலை செய்யலாம். ஆமாம், நாங்கள் வந்து ஃபஸ்ட்டு போய் சாப்பிட்ற மாதிரி ஏதாவது இடம் பார்க்கட்டும். ஃபுட் கோர்ட் நல்ல கடலாம் இருக்கு.
ഗൈസ്, ഇതിൻ്റെ കഥ ഞാൻ പറഞ്ഞുതരാം. കമൺ, വാങ്ങ വാങ്ങ വാങ്ങ. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഞങ്ങൾ ടാക്സിയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ കണ്ടല്ലോ കട, അവിടെ പോയി അത് കഴിക്കണം ഇത് കഴിക്കണം, ഇവിടെ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ഇറങ്ങിയെങ്കിൽ നടന്നു എയർപോർട്ട്സ് മറ്റേ കാറിലിരിക്കുകയായിരുന്നു. എന്നിട്ട് ആ കാറിൽ ഫുള്ള് ഇവതാ കണ്ടന്റ്. എന്നിട്ട് ആ എയർപോർട്ട്സ് കാറിൽ ഇട്ടിട്ട് പോയിരുന്നു. എന്നിട്ട് ആ കാറിൽ രണ്ടാമത് കയറാൻ വന്ന ആൾക്കാർ, ഞങ്ങൾ ഊബറിലാണ് വന്നത്, തിരിച്ച് കയറാൻ വന്നവർ ഞങ്ങളുടെ പുറകെ ഓടി വരുമായിരുന്നു. പാവട്ടോ ആ ലേഡി, ലൈക്ക് നല്ലതായിരിക്കല്ലേ அவங்க പാവം. ഞങ്ങളുടെ പുറകെ വന്ന് ഞങ്ങൾ അങ്ങ് എത്തിയായിരുന്നു. ഞങ്ങളുടെ പുറകെ വന്നിട്ട് വിളിച്ചില്ലല്ലോ നിങ്ങളുടെ അല്ലേ എയർപോർട്ട്, നിങ്ങളിപ്പോൾ കാറിൽ നിന്ന് ഇറങ്ങിയല്ലേ, അത് കാറിലുണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോയി എയർപോർട്ട്സോടെ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയാണ്. എന്തായാലും അത് കിട്ടി കറക്റ്റായിട്ട്. நீ மட்டும் இல்லடா, நான் எனக்கு என்ன பண்ணிட்டு தெரியுமா, ஆக்சுவலி வந்து நான் வந்து ட்ரெயினில் ஏறதுக்காக ஸ்லீப்பர் டிக்கெட் எல்லாம் எடுத்துட்டேன். ஸ்லீப்பர் டிக்கெட் எடுத்துட்டு வந்து லோக்கல்ல வந்து நின்று வந்து இங்க வந்து ரீச் ஆயிட்டேன். என்னோட ஸ்லீப்பர் டிக்கெட் வந்து சும்மா போச்சுல. நான் வந்த டைமில் வந்து ஏதோ போகி பார்த்து அதில் ஏறிட்டேன். அது வந்து ജനറൽ. ഓക്കെ ഗൈസ്, ഇവിടെ നമ്മൾ എന്താ ഇപ്പോൾ വാങ്ങിക്കാൻ പോകുന്നത്? ഇതാണ് കൊത്തു പൊറോട്ട. കാന്തു കഴിക്കാമെന്ന് പറഞ്ഞു, പക്ഷെ കാന്തുവിന് ഭയങ്കര ഡൗട്ട്, ഞാൻ വെജ് ആയതുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ ഗൈസ് ബ്രേക്ക്ഫാസ്റ്റിന് പ്ലാറ്റർ ഉണ്ട്. ഞാൻ ആക്ച്വലി വെജ് സിസ്ലേഴ്സ് ആണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. എനിക്കിത് കണ്ടിട്ട് എന്തോ ഒരു കൊറിയൻ ഡിഷ് പോലൊക്കെ തോന്നി, പക്ഷെ ഇതൊന്നും അല്ല. ഇതെന്താണ്, അവരുടെ ബിരിയാണി പ്ലേറ്റർ ആണോ? ഇതല്ല എന്താടാ, ഇതാണ് അവരുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഹായ് ഗൈസ്, ഞങ്ങൾ 40 സ്മോക്കി സിസ്ലേഴ്സിലാണുള്ളത്. നഗേഴ്സ് ആർ ഇൻ ടോക്കോ ബെൽ. ഇവിടെ എന്താ ഉള്ളത്? ഡെസേർട്ടോ? Then add this one and that's all. ഹായ് ഗൈസ്, അങ്ങനെ ഞങ്ങൾ ടോക്കോ ബെല്ലിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ ഫ്രൂട്ട്സ് പേയിൽ പോയിട്ട് ബ്ലൂബെറി കോക്കനട്ട് അങ്ങനെ എന്തോ ഒരു സാധനം ഓർഡർ ചെയ്തു. അപ്പോൾ ഞാൻ ആക്ച്വലി ഫ്രൂട്ട്സ് പേയിൽ ഇതുവരെ കഴിച്ചിട്ടില്ല. ഫ്രൂട്ട്സ് പേയിൽ ഓർഡർ ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു സാധനം കിട്ടി. അപ്പോൾ ഞാൻ ഇവളോട് ചോദിച്ചത് എന്താ സാധനം. അപ്പോൾ ഇവള് പറഞ്ഞു ഓർഡർ ചെയ്തപ്പോഴത്തേക്ക് ഇതിനകത്ത് മറ്റേ ലൈറ്റ് കത്തുമെന്ന് പറഞ്ഞു. വെയിറ്റ് ചെയ്യാം, ഞാൻ ഓർഡറെല്ലാം ചെയ്തിട്ടിരിക്കുകയാണ്. അയ്യോ ഫുഡ് വരട്ടെ, വിശക്കുന്നുണ്ട്. സിക്കിതാ കണ്ടോ? எனக்கு மார்னிங் ஒரு பனானா தான் சாப்பிட்டேன். ஒரு பனானா மட்டுமே கழிக்கினேன். கது கேரளா பாய்ஸ் நல்லா இருக்குமா இல்ல தமிழ் பாய்ஸ் நல்லா இருக்குமா? தமிழ் பாய்ஸ் தான் பெஸ்ட். அப்படியா? என்ன கேரளா பாய்ஸ்க்கு என்ன பிரச்சனை? கேரளா பாய்ஸே பிரச்சனை தான். என்ன கேரளா பாய்ஸ்க்கு என்ன பிரச்சனை? லைக் இங்க வந்து யூசுவலி எல்லாரும் என்ன சொல்லுவேன்னா வந்து இந்த தமிழ் பசங்களுக்கு வந்து மலையாளி பொண்ணுங்க ரொம்ப பிடிக்கும் சொல்லுவேன். அது கரெக்ட் தான், எனக்கு பிடிக்கும். பட் லைஃபுக்கு செட் ஆகுறது தமிழ் பசங்க தான். இல்ல தமிழ் பாய்ஸ்க்கு வந்து கேரளா பொண்ணுங்க ரொம்ப பிடிக்கும் சொல்லுவேன். தமிழ் பாய்ஸ்க்கு கேரளா பொண்ணுங்க பிடிக்கும். அண்ட் ஆல்சோ வைஸ் வெர்சா. இங்கேயும் அப்படிதான். எங்களுக்கும் கேரளா பசங்க பிடிக்கும், மல்லூஸ் எல்லாம் பிடிக்கும். ஆனா பிடிக்குமா பார்த்தோமா சைட் அடிச்சோமா போனோமா இருக்கும், அது லைஃபுக்கு செட் ஆகுது. அண்ட் மல்லூஸ் ஆர் சோ நோசி. It's ready. They are very nosy. See, it's ready. I'll go and collect it. Okay. வாங்க மேடம், வாங்க. then ഈ ഫ്രൂട്ട്സ് വെള്ളം വാങ്ങിയ ഐറ്റമാ. and ഇത് കോക്കനട്ട്, ഇത് കോക്കനട്ട് സംതിങ് ആൻഡ് ബ്ലൂബെറി. രണ്ട് കോക്കനട്ട് ആക്ച്വലി. வச்சுக்கோ சாப்பிடலாம். இதுதான் நமக்கு. இது அங்கே போகட்டும். பறக்குது அப்படியே. ഗൈസ്, എൻ്റെ വെജ് സിസ്ലേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഫുഡ് വന്നു. ബെസ്റ്റ് സിസ്ലേഴ്സ് ഇവിടെ ആവിയിൽ വെന്തുകൊണ്ടിരിക്കുന്നു. ടോക്കോ ബെൽ വന്നു. പിന്നെ ഈ സാധനം എന്താണ്, പാത്രത്തിൽ എന്താണ് ഇതെന്നത്? naked chicken tacos. சொல்லுங்க எல்லாம் இன்ட்ரோ듀ce பண்ணுங்க. This is churros with chocolate dip. இது சாக்லேட் டிப்பா? chocolate dip. அப்புறம் இது coconut tender coconut with சொல்லிட்டாங்க. இதுக்கு பேர் என்ன? இது churros. வெயிட். நீயும் தோட சியர்ஸ் பண்ணுவோம். சியர்ஸ்.
ரிவ்யூ நான் எப்பயும் ரெகுலராக வாங்குறது அவன் அந்த நேக்கட் சிக்கன் டோக்கோஸ் மை ஃபேவரட் சூப்பராக இருந்துச்சு. அப்புறம் இந்த இப்போ வாங்கின சிஸ்லர்ஸும் நல்லா இருந்துச்சு ஜாலியாக. அப்புறம் இது நல்லா இருந்துச்சு, ஆனால் கொஞ்சம் சீக்கிரம் சாப்பிடணும், பாலாயிருச்சு. அதில் ப்ளூபெரிஸ் இருக்குது, ப்ளூபெரி இருக்குது, கீழே இருக்குது. பட் ஆக்சுவலாக வந்தப்பே எடுத்துருந்து சாப்பிட்டோம்னா இன்னும் நல்லா இருந்துச்சு. ஹாய் വെജ് സിസ്ലർ ആക്ച്വലി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കൊള്ളാൻ ഇഷ്ടപ്പെട്ടു. പനീറിൻ്റെ വെജ് സിസ്ലേഴ്സ് അല്ല, പനീറൊക്കെ എനിക്ക് സോഫ്റ്റ്. റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ നമ്മുടെ അവിടുന്ന് കഴിക്കുന്ന പനീറല്ല, നല്ല പനീറാണ്. என்ன நடந்துச்சு இப்போ என்ன நடந்துச்சு சொல்லுங்க. அந்த ஃபன்டியூனாக இருக்குது தெரியுமா பின்னால, அங்கே போய் மூவி டிக்கெட் கேட்கும். ஆமாம், அங்கே இருக்க டிக்கெட்டு வாங்காமல் மாற்றி நாங்கள் அங்கே എന്നാ വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും ഫുഡൊക്കെ കഴിച്ചിട്ട് മറ്റേ സിനിമയുടെ ടിക്കറ്റ് എടുക്കാനെന്ന് പറഞ്ഞിട്ട് ഭയങ്കര സ്പീഡിൽ ഓടി വന്നിട്ട് ടിക്കറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് കണ്ടു. അവിടെ വന്ന് നേരെ കയറി മിനിയൻസ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇവിടെ പോയിട്ടാ മിനിയൻസ് എന്ന് പറഞ്ഞു. അപ്പം ചേട്ടൻ മിനിയൻസ് എന്ന് പറഞ്ഞിട്ട് ചോദിച്ചു. അപ്പോൾ ഇവള് വന്നിട്ട് പറഞ്ഞു 5:45 ഷോ ആണ് അതായത് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പോൾ പുള്ളിക്ക് മനസ്സിലായില്ല പുള്ളി എന്താണ് നടക്കുന്നത് എന്നോട് ചോദിച്ചിട്ടത്. പിന്നാണ് മനസ്സിലായത് ആ ടിക്കറ്റ്സ് മറ്റേ സിനിമ ടിക്കറ്റിൻ്റെ അല്ല, സിനിമ ടിക്കറ്റ്സിൻ്റെ അല്ല, ഗെയിം കളിക്കുന്ന ടിക്കറ്റ്സിൻ്റെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ചമ്മിപ്പോയി. അങ്ങനെ ഞങ്ങളിപ്പോൾ ഒരു ബുക്ക് സ്റ്റോർ കയറി ഒരു ബുക്ക് കണ്ടു, ഫുൾ മീറ്റ് വൈസ്. ഓപ്പൺ ചെയ്തപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് ടു എനിവൺ ഹൂ ഹാസ് ലവ്ഡ് ആൻഡ് ലോസ്റ്റ്. ഐ തിങ്ക് ഇറ്റ്സ് എ പെർഫെക്റ്റ് ഗിഫ്റ്റ് ഫോർ കന്തു. വാട്ട് ഡു യു തിങ്ക്? ബട്ട് ഐ ഫീൽ ലൈക്ക് ബൈയിങ് ദിസ് വൺ ടു. വാട്ട് ഷുഡ് ഐ ഡു? ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പേര് കണ്ടു. ഐ വോണ്ട് ടു ഡൈ ബട്ട് സ്റ്റിൽ വോണ്ട് ടു ഈറ്റ് തൊപ്പൊക്കി. ഡ്രാമ കാണുന്ന എല്ലാവർക്കും ഇതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടായിരിക്കും. ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങളൊരു മൂവിക്ക് പോകാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. ബുക്സ് വാങ്ങിച്ചു. കാന്തത് അവിടെ എന്തൊക്കെയോ കാണിക്കുന്നു. അവിടെ നല്ല ലൈറ്റിങ്, நல்லா இருக்கு லைட்டிங். பெர்ஃபெக்ட் லைட். ஐயோ ஹலோ கேஸ், இது நல்லா இருக்கு. இந்த மாதிரி ஒரு ஃபோட்டோ எடுக்கலாமா? ஆனால் இங்கே எடுத்துருக்கேன். ഞാൻ പറഞ്ഞത് വരുന്നു. ലെറ്റ്സ് ഗോ. കണ്ടു കണ്ണാടി വെച്ച് കാണിക്കേ. കാന്തു അവിടെ പോയിട്ട് കൊച്ചു പിള്ളേരുടെ കണ്ണടിയൊക്കെ ചോദിച്ചു, പക്ഷെ കിട്ടിയില്ല. ഡാൻസ് അറിയാ. വാട്ട്സ് നെക്സ്റ്റ് മാഡം? റെസ്റ്റ് എടുക്കാൻ പറയാ. ടയർഡായിട്ടാ இந்த ஃபோன் க்ளீன் பண்ணுறது. എങ്ങനെ ഞങ്ങളുടെ പരിപാടി എല്ലാം കഴിഞ്ഞു. ఏంటి എത്തണ അങ്ങനെ ഞങ്ങളുടെ പരിപാടി എല്ലാം കഴിഞ്ഞു. ഇവിടെ ജുവൽ ഹട്ട് എന്ന് പറയുന്ന ഒരു കട കണ്ടു. അപ്പൊ ഇതിലേക്ക് പോകാനാണ് പറഞ്ഞത്. അങ്ങോട്ട് പോകണം, അങ്ങിട്ട് പോകണ്ടല്ല. അയ്യോ, ഞാൻ ജ്വല്ലറി ഷോപ്പ് കാണിക്കാം, അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒന്നും ഭയങ്കരൊന്നും പോകുന്നില്ല. Look at the lights. Guys, we are like other girls. We love shopping. ഞങ്ങൾ വീണ്ടും ഒരു കടയിലെത്തിയിരിക്കുകയാണ്. We are just looking around. അങ്ങനെ നോക്കി ഞങ്ങൾ ഈ സൈഡ് വരെ എത്തി. അത് வந்து கொஞ்சம் ப்ரொஃபஷனல் வயசு போட்டு எங்கே போகிறேன் மேடம், எங்கே போகிறேன் ப்ரொஃபஷனல் வயசு போட்டு. Let's go professional. Come on, let's go. Good. Okay. இது பாரு, யூனிகார்ன் பாண்டா. ഇതിൻ്റെ ഒന്നും പേരുള്ള അറിയില്ലല്ലോ. അങ്ങനെ ഡ്രസ്സ് ഷോപ്പിങ്ങിന് പോയി ഡ്രസ്സൊന്നും വാങ്ങിച്ചിട്ടില്ല. ഇപ്പൊ പറയുന്നത് നൈക്കയിൽ പോയിട്ട് നൈക്കന്ന് ലിപ്സ്റ്റിക്ക് ഇന്ന് നമ്മ പോലെ നൈക്കന്ന് ലിപ്സ്റ്റിക്ക് വാങ്ങിക്കാൻ പോകുന്നതാണ് പറഞ്ഞത്. ഞങ്ങൾ നൈക്കയിലെത്തി. ഇപ്പൊ ഇവിടുന്ന് വാങ്ങിച്ചില്ല. ഇപ്പൊ നമുക്ക് നോക്കാട്ടോ.
ഹലോ അപ്പം ഞാൻ ഇന്നലെ രാത്രി ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് വീട്ടിൽ തിരിച്ചെത്തി. ഇന്നലെ ആക്ച്വലി ലുലുവിൽ വെച്ച് വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊന്നും എടുക്കാൻ എന്താണെന്ന് വെച്ചാൽ പിന്നെ ഫുള്ള് ഹരിബറി ആയിപ്പോയി. അതായത് ട്രെയിൻ ബുക്ക് ചെയ്തു, ഊബർ ബുക്ക് ചെയ്തു, ട്രെയിൻ കിട്ടുമോ എന്നറിയില്ല. ആക്ച്വലി ഒരു പാവം ഊബർ ചേട്ടൻ ഭയങ്കര പാവമായിരുന്നു. ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് എട്ടരയ്ക്ക് ട്രെയിനൊക്കെ ആണെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു അതായത് സ്പീഡ് ഇവർക്ക് ലിമിറ്റ് ഉണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് പോകാൻ പറ്റത്തില്ല. പക്ഷേ പുള്ളി മാക്സിമം ശ്രമിക്കാം, അധികം തിരക്കൊന്നും ഇല്ലാത്ത റോഡിൽ കൂടെ ഒക്കെ പോകാൻ നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ കറക്റ്റായിട്ട് റെയിൽവേ സ്റ്റേഷനിലെത്തി. ട്രെയിൻ ആക്ച്വലി അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. കുറച്ച് ലേറ്റായിട്ടാണ് എടുത്തത്. എന്തായാലും എനിക്ക് കറക്റ്റായിട്ട് ട്രെയിൻ കിട്ടി. ഞാൻ വീട്ടിലെത്തി. ഇപ്പം ഞാൻ ഇന്നലെ വാങ്ങിച്ച ബുക്കിൽ ഒരു ബുക്ക് ഞാനിങ്ങനെ കുറച്ച് വായിച്ച് ഞാൻ ഒരു ബ്രേക്ക് എടുത്തിട്ട് ഓക്കെ ഇനി കുറച്ച് നേരം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ എൻ്റെ വീഡിയോക്ക് എൻഡിങ്ങേ ഇല്ല. അതായത് ലുലുവിൽ വെച്ച് വീഡിയോ എടുത്തിട്ട് അവിടെ കട്ടാവുകയാണ്. അവിടെ കട്ടായിട്ട് പിന്നെ ഒരു അഡ്രസ്സും ഇല്ല. ഞാൻ വീട്ടിൽ തിരിച്ചെത്തി വീഡിയോ കാന്തു എങ്ങോട്ട് പോയി എന്നുള്ള രീതിയിലൊന്നും എടുത്തിട്ടില്ല. പക്ഷേ കാന്തു പാവം ഇന്നലെ ഞാൻ പോരാന്നേരം എനിക്ക് മിൽമയുടെ ഒരു ജ്യൂസും കൂടെ ഒക്കെ വാങ്ങിച്ച് തന്നാണ് വിട്ടത്. ഭയങ്കര സ്വീറ്റായിട്ടുള്ള ഗേളാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇനിയും ഞാൻ കന്തുവിനോട് ഹാങ് ഔട്ട് ചെയ്യാൻ കിട്ടുന്ന ഓരോ അവസരങ്ങൾ കളയില്ല. അങ്ങനെ കിട്ടുന്ന അവസരങ്ങളെല്ലാം ഞാൻ വീഡിയോ എടുക്കുന്നതായിരിക്കും. അതായത് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും, നമുക്ക് കറങ്ങിയെടുക്കാൻ പറ്റുന്ന ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും. പക്ഷേ എല്ലാ ഫ്രണ്ട്സും വീഡിയോ എടുക്കാൻ ഓക്കെ ആയിരിക്കില്ല. ചിലരാണെങ്കിൽ നമ്മൾ ഫോൺ എടുത്താൽ ക്യാമറ എടുത്താൽ കോൺഷ്യസ് ആവും. ചിലർക്ക് തീരെ താല്പര്യം ഉണ്ടാവില്ല. ചിലർക്ക് ലിവ് ഇൻ ദ മൊമെൻറ്റ് ഫോട്ടോസ് എടുക്കുന്ന വീഡിയോസ് എടുക്കുന്ന താല്പര്യമില്ല. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള ഫ്രണ്ട്സിൻ്റെ കൂടെ ആകുമ്പോൾ ഞാൻ ആ ഒരു രീതിക്കാണ് പോകുന്നത്. പക്ഷേ കാന്തു ഞാൻ ക്യാമറ എടുത്താലും വീഡിയോ എടുത്താലും ഫോട്ടോ എടുത്താലും ഒട്ടും കോൺഷ്യസ് ഇല്ല. അവൾ സാധാരണ എങ്ങനെയാണോ നടക്കുന്നത് അങ്ങനെ തന്നെ നടക്കുന്ന ഒരാളാണ്. ഞാൻ ആക്ച്വലി അതുപോലെയാണ്. അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോയിൽ അത്രയും ക്ലിപ്പിങ്സ് ഒക്കെ എടുക്കാൻ പറ്റിയത്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.